വയനാട് മേപ്പാടി മുണ്ടക്കൈ ടൗണിലും ചൂരൽമലയിലും വൻ ഉരുൾപൊട്ടൽ. പുലർച്ചെ 1 മണിയോടെയാണ് ഉരുൾപൊട്ടിയത്. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ 4 മണിയോടെ വീണ്ടും ഉരുൾപൊട്ടി. മഴ തുടരുന്നതിനാൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനവും ദുഷ്കരമാവുകയാണ്. ചൂരൽമല ടൗണിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഒഴുകിപ്പോയി. മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ 45 മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. NDRF സംഘം രക്ഷാദൌത്യത്തിനായി മുണ്ടക്കൈയിലെത്തി. വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും തകർന്നു. മുണ്ടക്കൈയിലേക്കുള്ള പാലം തകർന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നു. പുഴ ഗതിമാറി ഒഴുകുകയാണ്. മുണ്ടക്കൈയും അട്ടമലയും പൂർണ്ണമായും ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഇരുമേഖലകളിലുമായി 400ഓളം പേരാണ് ഒറ്റപ്പെട്ടു പോയത്. ചൂരൽമലയിലെ തകർന്ന വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തി. മുണ്ടക്കൈ ട്രീ വാലി റിസോർട്ടിൽ നാട്ടുകാരായ 100-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കുടുങ്ങിയവരിൽ വിദേശികളുമുണ്ട്. രക്ഷാദൌത്യത്തിനായി എത്തിയ ഹെലികോപ്റ്റർ വയനാട്ടിലേക്ക് പോകാനാവാതെ കോഴിക്കോട്ടിറക്കി. മുണ്ടക്കൈയിലേക്ക് എത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ദൌത്യസംഘം. ചാലിയാറിൽ നിന്ന് ഒഴുകിപ്പോകുന്ന 11 മൃതദേഹങ്ങളാണ് ലഭിച്ചത്. ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളത്. വീട്ടുസാധനങ്ങളും ഗ്യാസ് സിലിണ്ടറുകളും ഉൾപ്പെടെ പുഴയിലൂടെ ഒഴുകി വരുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിരവധി കുടുംബങ്ങളെ കാണാതായതായി രക്ഷപ്പെട്ടവർ പറയുന്നു. കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ദൌത്യസംഘം. കോഴിക്കോട് വിലങ്ങാടും ഉരുൾപൊട്ടലുണ്ടായി. 11 വീടുകൾ പൂർണ്ണമായും തകർന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒരാളെ കാണാതായി. പ്രദേശവാസിയായ മാത്യുവിനെയാണ് കാണാതായത്. മഞ്ഞച്ചീളി, പനോം എന്നിവിടങ്ങളിലാണ് 3 തവണ ഉരുൾപൊട്ടിയത്. 40ഓളം വീട്ടുകാർ ഒറ്റപ്പെട്ടു. 2 പാലങ്ങളും റോഡുകളും ഒലിച്ചുപോയതിനാൽ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമാണ്.